ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിമിഴക്ക്. അപ്പോൾ ഇന്ന് സെൽഫ് കെയർ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഉറക്കപ്പിച്ചായതുകൊണ്ട് ഈ ഒരു ലുക്കിലാണ് ഞാൻ വിരിച്ചിട്ടുള്ളത്. ഇതാണ് പുറത്തെ ഒരു ക്ലൈമറ്റ് കേട്ടോ, നല്ലൊരു ക്ലൈമറ്റാണ്. എനിക്കെല്ലാം ചെയ്യാൻ തോന്നുന്നുണ്ട്. നല്ല പിച്ചി എൻ്റെ ഫേവറേറ്റ് പട്ടിക്കുട്ടി. ഫേവറേറ്റ് വരുമ്പോൾ ആകെ കുറേ എണ്ണം തോന്നും, പക്ഷേ ഇയാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പാവാണ് പിച്ചി. മൈൻഡ് ചെയ്യുന്നില്ല, ഉറക്കമാണ്. വലിയ പാലും പാത്രം കൊണ്ടുവയ്ക്കാൻ പോവാണ്. സോ നമുക്ക് കൊണ്ടുവച്ചിട്ട് വരാം. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഗൈസ്, ഇതാണ് സ്റ്റെയിൻ. ഇത് സ്റ്റെയിൻ ആണ്. ആൻഡ് ദിസ് ഇസ് ഫിക്സ്. നാട്ട പേരാണ് കേട്ടോ. ഇനി എണ്ണ തേക്കണം. ഞാൻ പാരച്യൂട്ടിൻ്റെ എണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. ചിക്കൻ ഞാൻ കുറേ ദിവസമായി ചിന്തിച്ചു, അതുകൊണ്ട് ചിക്കൻ നമുക്ക് തേച്ചിട്ട് ചിക്കൻ ഇറക്കാം. ചേരുപ്പ് പിടിച്ചിട്ട് വരും. ചീണ്ടി വെടുപ്പാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് കെട്ടി വയ്ക്കണം. സ്ക്രഞ്ചി ഞാൻ മുഖത്ത് മാത്രമേ തേക്കാറുള്ളൂ, കാരണം മുഖത്ത് തേക്കാറുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി വീണ്ടും ഉണ്ടാക്കാൻ ഞാൻ നാൽപ്പാമരാതിനായതെങ്കിലും നാൽപ്പാമരാതി പ്ലസ് മഞ്ചിഷ്ടാതിയാണ് മേടിച്ച് മിക്സ് ചെയ്തതാണ്. മിക്സ് ചെയ്ത് കിട്ടില്ല. ഞാൻ അധികമൊന്നും ഉപയോഗിക്കാറില്ല. പണ്ട് കുറേ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. മുഖത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ 2-3 ദിവസത്തേക്കും കൂടി. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഔട്ട്ഫിറ്റ്. കുഴപ്പമില്ല. ഇത് രണ്ടും ഇട്ടത് അത്ര വൃത്തിയില്ലല്ലോ. ശരി, ഓക്കെ. ഇതാണ് എൻ്റെ റൂം. സ്റ്റഡി ടേബിളൊക്കെ വളരെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. വയസ്സ് കണ്ടു. ഇത് ബോഡി ലോഷൻ, എന്താ പറയുക, നമ്മുടെ ഓയിൽ, പിന്നെ മിക്സഡ് ഓയിൽ, പിന്നെ എൻ്റെ മേക്കപ്പ് പൗച്ച്, പിന്നെ പ്രത്യേകിച്ചൊന്ന് ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട്, പിന്നെ ഒരു ഹെയർ ഉണ്ട്. ആൻഡ് ഗൈസ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ബിക്കോസ് വിത്ത് ഷെയ്ഡ് കണ്ടോ, നല്ല ഇഷ്ടമാണ് ഗൈസ് ഇതിൻ്റെ ഷെയ്ഡ്. എനിക്കത്ര ഷെയ്ഡൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടെ. ഇതാണ് മിയാച്ചു.
മീൻസ് എൻ്റെ മാമൻ്റെ കുട്ടി. അപ്പോൾ നിയാച്ചു എന്നല്ല ശരിക്കുള്ള പേര്, വീട്ടിൽ വിളിക്കുന്ന പേരാണ് നിയാച്ചു. റിയൽ പേര് ഈസ് മിക നക്ഷത്ര. ആൻഡ് ആളെ കുറേ പേര് വിളിക്കും കേട്ടോ, മിയ, ഇയ, ഇയാച്ചു എന്നൊക്കെ കുറേ പേര് വിളിക്കാറുണ്ട്. എൻ്റെ ഒരു ക്ലിപ്പ്, ഇത് നമ്മൾ ഷറാറയുടെ എൻ്റെ ഏട്ടൻ്റെ റിസപ്ഷനിട്ട് ഷറാറയുടെ കൈ, അങ്ങനെ എൻ്റെ ബ്രഷ് കിറ്റ്, ഇതെന്താ സാധനം, ഇത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇന്ന് ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. ഉണ്ടോ ഗൈസ്, വാട്ടർ ഫൗണ്ടൻ. ആൻഡ് എൻ്റെ മേക്കപ്പ് കിറ്റാണ്. തുറന്ന് കാണിച്ചു തരാം. ഇതിൽ എത്ര ഷെയ്ഡ്സ്, 48 36 ഒന്നും എനിക്കറിയില്ല, കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആൻഡ് ഇത് രണ്ടും തുറന്നാൽ ഈ സാധനം പുറത്തുനിന്ന് കിട്ടിയതാണ്, ഇതിവിടെ വെക്കുന്നതാണ്. ഇത് എന്തിനിടാനുള്ളത്, അതിടാനുള്ളതാണ്. നമ്മുടെ റോസ് പൗഡർ, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ മറന്നു, ബ്ലഷ് ലിപ്സ്റ്റിക്, പിന്നെ നമ്മുടെ ഏറ്റവും ഫേമസ് സാധനം ഒന്ന് പൊങ്ങി തരൂ, കോമ്പാക്ട് പൗഡർ. ദാറ്റ്സ് മൈ മേക്കപ്പ് കിറ്റ് ആൻഡ് ഡ്രസ്സിങ് ടേബിൾ. ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ വെക്കാറുള്ളത് എൻ്റെ പഴയ ക്ലോത്ത്സ്, പിന്നെ കുറേ പുതപ്പുകൾ ഇവിടെ വിരിക്കാറുള്ളത്, എൻ്റെ റൂമിൽ വിരിക്കാറുള്ളത്, താഴെ വിരിക്കാറുള്ളത്, അങ്ങനത്തെ കുറേ പുതപ്പുകൾ. പിന്നെ ഈ ഒരു സെക്ഷനിലും എന്താ പറയുക, അമ്മയുടെ ഡ്രസ്സുകളാണ് ഈ ഒരു സെക്ഷനിൽ. മുകളിലൊരു ബാഗൊക്കെ ഉണ്ട്. ഈ ഒരു സെക്ഷനാണ് എൻ്റെ ഡ്രസ്സ് വെക്കാറുള്ളത്. കാരണം അത്ര ഡ്രസ്സൊന്നും അത്ര ഇതിൽ കൊള്ളാവുന്ന ഡ്രസ്സ് മാത്രമൊന്നുമല്ല, കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് തിരുമ്പി വരുമ്പോൾ. ഇവിടെ പഴയ ബുക്സ് താഴെ, പിന്നെ മേലെ അമ്മമ്മയുടെ ഡ്രസ്സുകളാണ് വെക്കാറുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഗോഡൗൺ, മിനി ഗോഡൗൺ. ഇവിടെ എന്താ സംഭവം, എന്തൊരു കറുത്ത പെട്ടി, തിരുമ്പാനുള്ളത് വല്ലതും കെട്ടിപ്പൊട്ടി വെച്ചിട്ടുണ്ടാവും, തിരുമ്പാനുള്ള ആവശ്യമില്ലാത്ത തുണികൾ. ദിസ് ഈസ് മൈ ഹോൾ റൂം. ആൻഡ് ഇതാണ് AC. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയാൻ പറ്റില്ല, ഫസ്റ്റ് ഫ്ലോർ. താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ, ഇത് ഫസ്റ്റ് ഫ്ലോർ. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയാൽ കാണാവുന്ന ഒരു കാഴ്ച. കണ്ടോ ഗൈസ്? എന്താ അവിടെ പിച്ച് കിടക്കുന്നുണ്ട്. നമ്മുടെ കിണർ കീറ്റ്. ആൻഡ് അവിടെ കുറേ ഒരു വഴിയാണ് അതിൽ കൂടെ. ഇത്രയും സ്കൂളിലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി കാര്യം നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാനൊരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇന്ന് മാമാഅർത്തിൻ്റെ അപ്റ്റൻ മോയ്സ്ചറൈസിങ് ബോഡി ലോഷനാണ്. ഇപ്പം ഞാൻ ചെയ്യാൻ തോന്നി വരും. ഓക്കെ, ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. അടുത്ത കയ്യിന് വേണ്ടി മാത്രം. അടുത്ത കയ്യിൽ ഞാൻ ചിലപ്പോൾ വീണ്ടും കൊടുത്തു വരാം. അയ്യോ, ഇത്ര ആയിപ്പോയി. തിരിച്ച് കയറ്റി വെക്കുക. എന്ത് ചെയ്യണോ പറയും. നമുക്ക് ആദ്യം തേക്കട്ടെ. ബാക്കി വരുന്നത് ഞാൻ എങ്ങനെയൊക്കെ കഴിക്കും. ഇതുകൊണ്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്ന് നല്ല വിക്കാസ്റ്റ് ഉണ്ട്. ഇത് എത്ര തേച്ചാലും കുറേ തേച്ചാലേ പോകുള്ളൂ, പക്ഷെ അടിപൊളി മണമാണ്. ഇനി നമുക്ക് ലിപ് ബാം തേക്കാം. ഇത് ബ്ലൂ ഹാവൻ്റെ ഫ്രൂട്ട് ബാമാണ്. ഇനി നമ്മുടെ മേക്കപ്പ് കിറ്റല്ല ബ്രഷ് കിറ്റുന്ന ഈ ഒരു സംഭവം ഐബ്രോസ് ഷേപ്പ് ചെയ്യാനാണ്. ഈ പ്രായത്തിൽ പിന്നെ എനിക്ക് ത്രെഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ദാറ്റ്സ് ഓൾ ഗൈസ്. പക്ഷെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല.
നിങ്ങളടുത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. ഞാൻ അടുത്ത ക്ലിപ്പിൽ പറയാം. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നമ്മൾ മെയ് 21 മൂന്നാർ പോകുന്നുണ്ട്. അപ്പോൾ മൂന്നാർ പോകുമ്പോൾ നമ്മൾ മൂന്നാർ പോണതിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ ഇട്ടുണ്ടാവും. 21 രാത്രി പോയിട്ട്, രാത്രി മീൻസ് വൈകുന്നേരം, പിന്നെ എന്നിട്ട് 23 11 മണിക്കൊക്കെ വരുന്ന പോലെ. അപ്പം അതിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ ഇടണം. പിന്നെ മൂന്നാറത്തെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ഷോർട്ട്സായിട്ട്. ട്രോളിയിലാണ് ഞാൻ എല്ലാം വെക്കുന്നത്. ഈ ഒരു ട്രോളി ഞാൻ മീനാച്ചുവിൻ്റെ ചോറൂണിന് ഗുരുവായൂർക്ക് കൊണ്ടുപോയതാണ് കേട്ടോ. ഗുരുവായൂർക്കല്ല, അതിന് മുന്നേ രാമേശ്വരം പോകാൻ വേണ്ടി മേടിച്ചതാണ്. ആ കാലത്തൊക്കെ എനിക്ക് യൂട്യൂബ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്, ഉറപ്പില്ല, ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഈ ട്രോളിയിലാണ് നമ്മളെല്ലാം ആക്കുന്നത്. ഇതിനൊരു ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് മേടിച്ച ദിവസം ലോക്കൊന്നും ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ എങ്ങനെയൊക്കെ ഏതോ ഒരു ലോക്ക് പറഞ്ഞ് തുറന്നതാണ്. ഇതാണ് ലോക്ക് സെക്ഷൻ. അയ്യോ, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് എണ്ണ തേച്ചതിന് കുറച്ച് റിസൾട്ട് വന്ന പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് താഴെ പോവാം. നിങ്ങൾ എന്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്? ജസ്റ്റ് എ മോർണിംഗ് ബൂസ്റ്റർ. ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ വന്നു. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ വരെ ബായ്. അതിന് മുന്നേ നിങ്ങൾ നെക്സ്റ്റ് എന്ത് വീഡിയോ ചെയ്യണമെന്ന് കമൻറ്റ്സിലൂടെ പറഞ്ഞു തന്നെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരെ ബായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ മിറാക്കിൾ. അപ്പോൾ ഇന്നൊരു സെൽഫ് കെയർ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഉറക്കപ്പിച്ചായതുകൊണ്ട് ഈ ഒരു ലുക്കിലാണ് ഞാൻ വിരിച്ചിട്ടുള്ളത്. ഇതാണ് പുറത്തെ ഒരു ക്ലൈമറ്റ് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റാണ്. എനിക്കെല്ലാം ചെയ്യാൻ തോന്നുന്നുണ്ട്. നല്ല പിച്ചി എൻ്റെ ഫേവറേറ്റ് പട്ടിക്കുട്ടി. ഫേവറേറ്റ് പറയുമ്പോൾ ആകെ കുറേ എണ്ണം തോന്നും, പക്ഷേ ഇയാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പാവാണ് പിച്ചി. മൈൻഡ് ചെയ്യുന്നില്ല, ഉറക്കമാണ്. ഞാൻ ഈ പാലും മാത്രം കൊണ്ടുവയ്ക്കാൻ പോവാണ്. സോ നമുക്ക് കൊണ്ടുവച്ചിട്ട് വരാം. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഗൈസ്, ഇതാണ് സ്റ്റെയിൻ. ഇത് സ്റ്റെയിൻ ആണ്. ആൻഡ് ദിസ് ഇസ് ഫിക്സ്. ഞാട്ട പേരാണ് കേട്ടോ. ഇനി എണ്ണ തേക്കണം. ഞാൻ പാരച്യൂട്ടിൻ്റെ എണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. ചിക്കൻ ഞാൻ കുറേ ദിവസമായി ചിന്തിച്ചു, അതുകൊണ്ട് ചിക്കൻ നമുക്ക് തേച്ചിട്ട് ചിക്കൻ ഇറക്കാം. ചേർപ്പ് പിടിച്ചിട്ട് വരും. ചീണ്ടി വെടുത്താക്കി എടുക്കുന്നുണ്ട്. നമുക്ക് കെട്ടി വയ്ക്കണം. സ്ക്രഞ്ചി ഞാൻ മുഖത്ത് മാത്രമേ തേക്കാനുള്ളൂ, കാരണം മുഖത്ത് തേക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി വീണ്ടും ഉണ്ടാക്കണം. ഞാൻ നാൽപ്പാമരാതിന് ഏതെങ്കിലും നാൽപ്പാമരാതി പ്ലസ് മഞ്ചിഷ്ടാതിയാണ് മേടിച്ച് മിക്സ് ചെയ്തതാണ്. മിക്സ് ചെയ്ത് കിട്ടില്ല. ഞാൻ അധികമൊന്നും ഉപയോഗിക്കാറില്ല. പണ്ട് കുറേ ഉപയോഗിച്ചിരുന്നു, അപ്പോൾ കുറച്ചേ ഉള്ളൂ.
മുഖത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ 2-3 ദിവസത്തേക്കും കൂടി. ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോണ ഔട്ട്ഫിറ്റ്. കുഴപ്പമില്ല. ഇത് രണ്ടും ഇട്ടത് അത്ര വൃത്തിയില്ലല്ലോ. ശരി, ഓക്കെ. ഇതാണ് എൻ്റെ റൂം. സ്റ്റഡി ടേബിളൊക്കെ വളരെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. വയസ്സ് കണ്ടു. ഇത് ബോഡി ലോഷൻ, എന്താ പറയുക, നമ്മുടെ ഓയിൽ, പിന്നെ മിക്സഡ് ഓയിൽ, പിന്നെ എൻ്റെ മേക്കപ്പ് പൗച്ച്, പിന്നെ പ്രത്യേകിച്ചൊന്ന് ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട്, പിന്നെ ഒരു ഹെയർ ഉണ്ട്. ആൻഡ് ഗൈസ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ബിക്കോസ് വിത്ത് ഷെയ്ഡ് കണ്ടോ, നല്ല ഇഷ്ടമാണ് ഗൈസ് ഇതിൻ്റെ ഷെയ്ഡ്. എനിക്കത്ര ഷെയ്ഡൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടെ. ഇതാണ് മിയാച്ചു, മീൻസ് എൻ്റെ മാമൻ്റെ കുട്ടി. അപ്പോൾ മിയാച്ചു നല്ല ശരിക്കുള്ള പേര്, വീട്ടിൽ വിളിക്കുന്ന പേരാണ് മിയാച്ചു. റിയൽ പേരീസ് മിക നക്ഷത്ര. ആൻഡ് ആളെ കുറേ പേര് വിളിക്കും കേട്ടോ, മിയ, ഇയാച്ചു എന്നൊക്കെ കുറേ പേര് വിളിക്കാറുണ്ട്. എൻ്റെ ഒരു ക്ലിപ്പ്, ഇത് നമ്മൾ ഷറാറയുടെ, എൻ്റെ ഏട്ടൻ്റെ റിസപ്ഷനിട്ട് ഷറാറയുടെ കൈ, അങ്ങനെ എൻ്റെ ബ്രഷ് കിറ്റ്, ഇതെന്താ സാധനം, ഇത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇന്ന് ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. ഉണ്ടോ ഗൈസ്, വാട്ടർ ഫൗണ്ടൻ. ആൻഡ് എൻ്റെ മേക്കപ്പ് കിറ്റാണ്. തുറന്ന് കാണിച്ചു തരാം. ഇതിൽ എത്ര ഷെയ്ഡ്സ്, 48ആണോ 36ആണോ ഒന്നും എനിക്കറിയില്ല, കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആൻഡ് ഇത് എണ്ണം തുറന്നാൽ ഈ സാധനം പുറത്തുനിന്ന് കിട്ടിയതാണ്, ഇത് ഇവിടെ വയ്ക്കുന്നതാണ്. ഇത് എന്തിനിടാനുള്ളത്, അത് ഇടാനുള്ളതാണ്. നമ്മുടെ റോസ് പൗഡർ, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ മറന്നു, ബ്ലഷ്, ലിപ്സ്റ്റിക്, പിന്നെ നമ്മുടെ ഏറ്റവും ഫേമസ് സാധനം ഒന്ന് പൊങ്ങി തരൂ, കോമ്പാക്ട് പൗഡർ. ദാറ്റ്സ് മൈ മേക്കപ്പ് കിറ്റ് ആൻഡ് ഡ്രസ്സിങ് ടേബിൾ. ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ വയ്ക്കാറുള്ളത് എൻ്റെ പഴയ ക്ലോത്ത്സ്, പിന്നെ കുറേ പുതപ്പുകൾ ഇവിടെ വിരിക്കാറുള്ളത്, എൻ്റെ റൂമിൽ വിരിക്കാറുള്ളത്, താഴെ വിരിക്കാറുള്ളത്, അങ്ങനത്തെ കുറേ പുതപ്പുകൾ. പിന്നെ ഈ ഒരു സെക്ഷനിലും എന്താ പറയുക, അമ്മയുടെ ഡ്രസ്സുകളാണ് ഈ ഒരു സെക്ഷനിൽ. മുകളിലൊരു ബാഗൊക്കെ ഉണ്ട്. ഈ ഒരു സെക്ഷനാണ് എൻ്റെ ഡ്രസ്സ് വയ്ക്കാറുള്ളത്. കാരണം അത്ര ഡ്രസ്സൊന്നും അത്ര ഇതിൽ കൊള്ളാവുന്ന ഡ്രസ്സ് മാത്രമൊന്നുമല്ല, കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് തിരുമ്പി വരുമ്പോൾ. ഇവിടെ പഴയ ബുക്സ് താഴെ, പിന്നെ മേലെ അമ്മമ്മയുടെ ഡ്രസ്സുകളാണ് വയ്ക്കാറുള്ളത്. പിന്നെ ഇവിടെ ഇത് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഗോഡൗൺ, മിനി ഗോഡൗൺ. ഇവിടെ എന്താ സംഭവം, എന്തൊരു കറുത്ത പെട്ടി, തിരുമ്പാനുള്ളത് വല്ലതും കെട്ടിപ്പൊട്ടി വെച്ചിട്ടുണ്ടാവും, തിരുമ്പാനുള്ള ആവശ്യമില്ലാത്ത തുണികൾ. ദിസ് ഈസ് മൈ ഹോൾ റൂം. ആൻഡ് ഇതാണ് AC. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയാൻ പറ്റില്ല, ഫസ്റ്റ് ഫ്ലോർ. താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ, ഇത് ഫസ്റ്റ് ഫ്ലോർ. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയാൽ കാണാവുന്ന ഒരു കാഴ്ച. കണ്ടോ ഗൈസ്, എന്താ അവിടെ പിച്ച് കിടക്കുന്നുണ്ട്. നമ്മുടെ കിണർ കീറ്റ്. ആൻഡ് അവിടെ കുറേ ഒരു വഴിയാണ് അതിൽ കൂടെ. അത്രയും സ്കൂളിലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി കാര്യം നോക്കാം.
അപ്പം ആദ്യം തന്നെ ഞാനൊരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ന് മാമാഅർത്തിൻ്റെ അപ്റ്റൻ മോയ്സ്ചറൈസിങ് ബോഡി ലോഷനാണ്. ഇപ്പം ഞാൻ ചെയ്യാൻ തോന്നുന്നില്ല. ഓക്കെ, ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ആദ്യത്തെ കയ്യിന് വേണ്ടി മാത്രം. അടുത്ത കയ്യിൽ ഞാൻ ചിലപ്പോൾ കൊടുത്തു വരാം. അയ്യോ, ഇത്ര ആയിപ്പോയി. തിരിച്ച് കയറ്റി വെക്കുക. എന്ത് ചെയ്യണോ അത്രയും നമുക്ക് ആദ്യം തേക്കട്ടെ. ബാക്കി രണ്ട് ഞാൻ എങ്ങനെയൊക്കെ കഴിക്കും. ഇതുകൊണ്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്ന് നല്ല വൈറ്റ് കാസ്റ്റ് ഉണ്ട്. ഇത് ഇത്ര തേച്ചാലും കുറേ തേച്ചാലേ പോകുള്ളൂ, പക്ഷെ അടിപൊളി മണമാണ്. ഇനി നമുക്ക് ലിപ് ബാം തേക്കാം. ഇത് ബ്ലൂ ഹെവൻ്റെ ഫ്രൂട്ട് ബാമാണ്. ഇനി ഞങ്ങളുടെ മേക്കപ്പ് കിറ്റിൽ ബ്രഷ് കിറ്റിൽ ഈ ഒരു സംഭവം ഐബ്രോസ് ഷേപ്പ് ചെയ്യാനാണ്. ഈ പ്രായത്തിൽ പിന്നെ എനിക്ക് ത്രെഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ദാറ്റ്സ് ഓൾ ഗൈസ്. പക്ഷെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല. നിങ്ങളടുത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. ഞാൻ അടുത്ത ക്ലിപ്പിൽ പറയാം. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നമ്മൾ മെയ് 21 മൂന്നാർ പോകുന്നുണ്ട്. അപ്പോൾ മൂന്നാർ പോകുമ്പോൾ മൂന്നാർ പോണതിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ ഇട്ടുണ്ടാവും. 21 രാത്രി പോയിട്ട്, രാത്രി മീൻസ് വൈകുന്നേരം, പിന്നെ എന്നിട്ട് 23 11 മണിക്കൊക്കെ വരുന്ന പോലെ. അപ്പം അതിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ ഇടണം. പിന്നെ മൂന്നാറത്തെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ഷോർട്ട്സായിട്ട്. ട്രോളിയിലാണ് ഞാൻ എല്ലാം വെക്കുന്നത്. ഈ ഒരു ട്രോളി ഞാൻ മീനാച്ചുവിൻ്റെ ചോറൂണിന് ഗുരുവായൂർക്ക് കൊണ്ടുപോയതാണ് കേട്ടോ. ഗുരുവായൂർക്കല്ല, അതിന് മുന്നേ രാമേശ്വരം പോകാൻ വേണ്ടി മേടിച്ചതാണ്. ആ കാലത്തൊക്കെ എനിക്ക് യൂട്യൂബ് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്, ഉറപ്പില്ല, ചിലപ്പുണ്ടാവും. അപ്പോൾ ഈ ട്രോളിയിലാണ് നമ്മളെല്ലാം ആക്കണത്. ഇതിനൊരു ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് മേടിച്ച ദിവസം ലോക്കൊന്നും ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ എങ്ങനെയൊക്കെ ഏതോ ഒരു ലോക്ക് പറഞ്ഞ് തുറന്നതാണ്. ഇതാണ് ലോക്ക് സെക്ഷൻ. അയ്യോ, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് എണ്ണ തേച്ചതിന് കുറച്ച് റിസൾട്ട് വന്ന പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് താഴെ പോവാം. നിങ്ങൾ എന്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്? ജസ്റ്റ് എ മോർണിംഗ് ബൂസ്റ്റർ. ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ വരെ ബായ്. അതിന് മുന്നേ നിങ്ങൾ നെക്സ്റ്റ് എന്ത് വീഡിയോ ചെയ്യണമെന്ന് കമൻറ്റ്സിലൂടെ പറഞ്ഞു തരണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരെ ബായ്.